എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഇഞ്ചിക്കഞ്ഞിയാണ്. തണുപ്പുകാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും നമ്മുടെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ കാരണന്മാരായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്ന നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു ഇഞ്ചിക്കഞ്ഞി എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. ഈ ഒരു ഇഞ്ചിക്കഞ്ഞി നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് നല്ലൊരു ഇഞ്ചിക്കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഇത് ഞവരി അരിയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതുമാണ്. ഇപ്പോൾ നമ്മുടെ അരി ഞാനിവിടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് അരി ഒന്ന് കുതിർത്താനായിട്ട് വെച്ചു കൊടുക്കാം. ഞാനിവിടെ രാവിലെയാണ് അരി കുതിർത്താൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വൈകിട്ടാകുമ്പോഴേക്കുമാണ് കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നതും. അങ്ങനെ നമ്മുടെ അരി കുതിർത്താൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരി നല്ല പോലെ തന്നെ കുതിർന്നും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു കുക്കറിലേക്കാണ് ഞാനിവിടെ മാറ്റുന്നത്. ഞാനിന്ന് ഞവരരി എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലുള്ള കഞ്ഞികളൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞവരരി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കഞ്ഞി ഉണക്കലരി വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ള അരിയിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചിടണം. ഇതിനായിട്ടൊരു ഇടികല്ലെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് നല്ല ജീരകം ചേർക്കാം. നല്ല ജീരകത്തിന്റെ ഒപ്പം ചതച്ചെടുക്കാനായിട്ട് ഒരു 6 അല്ലി കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ജീരകത്തിന്റെ കൂടെ ഇതുകൂടി ചേർത്തിട്ട് വേണം നമുക്കൊന്ന് ചതച്ചെടുക്കാനായിട്ടും. അങ്ങനെ ഇപ്പോൾ എല്ലാ ചേരുവകളും ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച ചേരുവകള് വാരി കുക്കറിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ടും. ഇനി അരിയും ഈ ഒരു ചേരുവകളും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കർ മൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആദ്യ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അരി വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 8 വിസിൽ വരുന്നത് വരെയാണ് അരി വേവിച്ചെടുത്തിട്ടുള്ളതും. അതിനുശേഷം ഏറെല്ലാം പോയി വന്നപ്പോൾ ഒന്ന് തുറന്നു നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ അരി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അരി വെന്ത് വരുന്ന സമയത്ത് വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ അരി നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കേണ്ടതുണ്ട്. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില നല്ല പോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടതും. ഇനി നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചി കഞ്ഞി ഇവിടെ റെഡിയാണ്. ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഇഞ്ചി കഞ്ഞി ഇവിടെ റെഡിയാണ്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു തണുപ്പ് കാലത്ത് തീർച്ചയായിട്ടും തയ്യാറാക്കി കുടിക്കേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചിക്കഞ്ഞി നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് നാളികേരം തിരുമിയത് ചേർത്ത് കഴിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് നാളികേരം ഒഴിവാക്കിയിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോകൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.